പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് ആലപ്പുഴയിലേക്ക് മടങ്ങാം. അവിടെ വി എസ് അച്യുതാനന്ദന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM നേതാക്കളും വി എസിന്റെ കുടുംബവുമുണ്ട്. ഇപ്പോൾ മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, വലിയ ചുടുകാട്ടിൽ ഈ ഓർമ്മ ദിനത്തിൽ ഇപ്പോൾ പതാക ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. സ്മൃതി മണ്ഡപത്തിലെത്തി ഇപ്പോൾ പുഷ്പാർച്ചനയും നടത്തിയിരിക്കുന്നു. സ്മൃതി മണ്ഡപത്തിലെ ആദ്യ പുഷ്പാർച്ചനയാണ് അല്ലേ? അതെ അരുൺകുമാർ, സ്മൃതി മണ്ഡപത്തിൽ ആദ്യ പുഷ്പാർച്ചനയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിച്ചു. ഇപ്പോഴിതാ ബിനീഷ് കോടിയേരി ഇവിടെ എത്തിയിട്ടുണ്ട്. പുഷ്പാർച്ചന നടത്തിയോ? ഞാൻ പുഷ്പാർച്ചന നടത്താൻ പോവാ. ഞാൻ പുഷ്പാർച്ചന നടത്തിയിട്ട് പറഞ്ഞാൽ പോരെ? അതായത് വി എസിന്റെ സ്മൃതി മണ്ഡപം, അതായത് ഒരു നേതാവിന് വേണ്ടി ആദ്യമായി സ്മൃതി മണ്ഡപം പണിയുന്നുള്ള പ്രത്യേകതയുണ്ട്. കാരണം പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ശേഷം പിന്നീട് പോളിറ്റ് ബ്യൂറോ അംഗമായതും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായത്, അങ്ങനെ വലിയ പദവികളിലെത്തിയ ഒരേ ഒരു നേതാവ്, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് ഈ പദവികളിൽ തന്നെ എത്തിയ ഒരേ ഒരു നേതാവ് വി എസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത, വി എസിന് വേണ്ടി പ്രത്യേകമായ സ്മൃതി മണ്ഡപം ഒരുങ്ങുന്നു. അതിന്റെ ആദ്യ പുഷ്പാർച്ചന ഇവിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തി. ഇപ്പോഴിതാ അവിടെ അനുസ്മരണ സമ്മേളനം നടക്കുകയാണ്. MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ബിനീഷ് കോടി അടക്കമുള്ള നൂറുകണക്കിന് നേതാക്കൾ ഇവിടെ എത്തുന്നുണ്ട്. സാധാരണ അണികളടക്കം ഇവിടെ പുഷ്പാർച്ചന നടത്താൻ വേണ്ടി എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തിന് അവിടെ എത്തിയില്ലേ? ഞാൻ തന്നെ എത്തിയ. വി എസ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ. വി എസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ നിമിഷവും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും വി എസിനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വി എസിന്റെ കുടുംബവുമായിട്ടും അച്ഛന് അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും എപ്പോഴും വി എസിനെ ചേർത്ത് പിടിക്കാനും വി എസിനോടൊപ്പം ചേർന്ന് നിൽക്കാനും തയ്യാറായിട്ടുള്ള ഒരാൾ കൂടിയാണ് കോടിയേരി. അപ്പം ഞങ്ങളെപ്പോഴും കുടുംബപരമായിട്ട് അരുൺചേട്ടനായിട്ടും ചേച്ചിയായിട്ടൊക്കെ തന്നെ നേരത്തെയുള്ള ബന്ധമാണ്. അപ്പൊ അതും കൂടെ ഞങ്ങൾ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ഇനിയും എന്നുള്ളതും കൂടി പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് വീട്ടിലേക്ക് പോയിരുന്നു. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകും. വൈകുന്നേരത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് പോകും. പിന്നെ ഇത്തരത്തിലുള്ള പുതിയ ഒരു ഊർജ്ജമാണ് വി എസിന്റെ ദിനം വന്നെത്തുമ്പോൾ ഈ പാർട്ടിക്കും പുതിയൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം മുന്നേ കയ്യിലേന്തിക്കൊണ്ട് അല്ല പുതിയൊരു രീതിയിലേക്ക് നമ്മൾ പ്രതിസന്ധികൾ അകപ്പെടുമ്പോഴൊക്കെ തന്നെ വി എസ് എപ്പോഴും ഒരു ഊർജ്ജമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ അരുൺകുമാർ, അങ്ങനെ വി എസ് ഒരു ഊർജ്ജമായി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോഴിതാ നൂറുകണക്കിന് രക്തസാക്ഷികൾ, പുന്നപ്ര വയലാറിലെ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലെ വി എസിന്റെ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോഴിതാ നൂറുകണക്കിന് ആളുകൾ രാവിലെ മുതൽ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തുകയാണ്. ഔദ്യോഗികമായി പുഷ്പാർച്ചന ആദ്യം നടത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. ആദ്യം പതാക ഉയർത്തിയ ശേഷമാണ് പുഷ്പാർച്ചന നടത്തി. ഇപ്പോഴിതാ അനുസ്മരണ സമ്മേളനം നടക്കുകയാണ്. അതിനുശേഷം അനുസ്മരണ സമ്മേളനത്തിൽ നേതാക്കളായിട്ടുള്ള MV ഗോവിന്ദൻ, സജി ചെറിയാൻ, ബാലഗോപാൽ, TM തോമസ് ഐസക് അടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കളുണ്ട്. അതിനുശേഷം 11 മണിക്കാണ് അനുസ്മരണ പ്രഭാഷണം സുനിൽ പിള്ളയുടെ നടത്തുക. പിന്നീട് വൈകിട്ട് പൊതുസമ്മേളനമാണ്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിഭ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. പുഷ്പാർച്ചന നടത്തുകയാണ്. അങ്ങോട്ട് പോണം, ഇനി പോണം. നേരെ ഇങ്ങോട്ടാ വന്നേ. പരിപാടിയല്ലേ ഇവിടെ പ്രോഗ്രാമിന് ഇത് രണ്ടും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടെ. ഫുള്ള് പ്രോഗ്രാം എല്ലായിടും പരിപാടിയല്ലേ. ഇനിയിപ്പോ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ഏരിയകളിലും പരിപാടി. തൊഴിലാളികൾ ഒന്നടങ്കം ശക്തമായ പണിമുടക്കിലേക്ക് മറ്റോ സമരങ്ങളിലേക്ക് പോകുമ്പോൾ SCP അടിച്ചമർത്തപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അതിന്റെ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ ചുടുകാട്ടിലേക്ക് മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. വലിയ ചുടുകാട്ടിൽ വി എസിന്റെ പേരിലുള്ള സ്മൃതി മണ്ഡപത്തിലെ ആദ്യത്തെ പുഷ്പാർച്ചനയാണ് ഇന്ന് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇതിലേക്ക് ഒരു ചെറിയ വിവാദമൊക്കെ ഉണ്ടായി. തൽക്കാലം വിവാദങ്ങൾക്കെല്ലാം അവധി. അപ്പുറത്ത് TV തോമസിനും ഒരു സ്മൃതി മണ്ഡപം, ഇവിടെ വി എസ് അച്യുതാനന്ദനും ഒരു സ്മൃതി മണ്ഡപം.